ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നലെ നടന്ന ടാസ്കിൽ അനീഷ് ചെയ്തിട്ടുള്ളത് ഒരു മൈൻഡ് ഗെയിമറായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇന്നലെ അവർക്ക് കൊടുത്തിട്ടുള്ള അനീഷിന് മിണ്ടാതിരിക്കുക, എൻ്റെ സീസണിൽ സംസാരിക്കാതിരിക്കുക എന്നുള്ളതായിരുന്നു. ആര്യന് കിട്ടിയിട്ടുള്ളത് ഒരു ജ്യൂസ് കുടിക്കാനായിരുന്നു, ജിസേലിന് കിട്ടിയിട്ടുള്ളത് മുട്ടയടിക്കാനുള്ളതായിരുന്നു. അതായത് ഫസ്റ്റ് തന്നെ അനീഷിൻ്റെ കാര്യം ഞാൻ അതന്നെ ചെയ്യാമെന്നുള്ള രീതിയിൽ പിന്നെ ഒരക്ഷരം വേണ്ടിയിട്ടില്ല. ഇപ്പോൾ ബിഗ് ബോസ് പറഞ്ഞപ്പോൾ ഇതൊരു ഇതല്ലേ, ഒപ്പീനിയനൊക്കെ പറയേണ്ടത്, ഇതൊരു ഗ്രൂപ്പ് ടാസ്ക് ആയിരുന്നു, 3 പേരും തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. അത് അനീഷ് മാത്രം ഒന്നും സംസാരിക്കാതെ ഇരിക്കുക എന്ന് പറയുന്നത് അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ മൈൻഡ് ഗെയിമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അനീഷ് നല്ലൊരു മൂവ് തന്നെ ആയിരുന്നു അത്, പക്ഷേ അത് വലിയ സംഭവം, കാരണം അത് എല്ലാവരും തീരുമാനിക്കേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു. പോയിൻ്റ് വെച്ചിട്ട് സംസാരിക്കാമായിരുന്നു. അനീഷ് അങ്ങനെ പോയിൻ്റ് വെച്ച് സംസാരിക്കാൻ അറിയില്ല. പറഞ്ഞ കാര്യം പിന്നെയും പറഞ്ഞ് നമ്മളെ വെറുപ്പിക്കുക എന്നുള്ളതാണ്. കുറച്ചുകൂടെയൊക്കെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ തോന്നി. പിന്നെ ആര് ചെയ്ത മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, അവൻ ചെയ്യില്ല, ദാറ്റ്സ് ഓക്കെ, പക്ഷേ അവൻ ചെയ്തിട്ടുള്ള പല കാർഡുകൾ ഇറക്കി, റിലീജിയൻ കാർഡ്, പിന്നെ ജിസേലിനെ കൊണ്ട് മുടി വെട്ടിപ്പിക്കില്ല. ഇപ്പോൾ ഒരു പെൺകുട്ടി മുടി വെട്ടിയാൽ അത്ര വലിയ പ്രശ്നമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. അവൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ വെട്ടിക്കോട്ടെ, പക്ഷേ ഇവന് ഇതിൽ കയറി ഇടപെടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലെന്ന് തോന്നി. പിന്നെ 1000 പോയിൻ്റ് വേണ്ടി മുട്ടടിക്കില്ല, 10000 പോയിൻ്റ് വെച്ചാൽ മുട്ടടിക്കും, അതൊക്കെ ഓക്കെ, പക്ഷേ റിലീജിയൻ കാർഡ് എടുത്ത് ഇടേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ അനീഷിൻ്റെ കാലത്ത് വന്നാൽ എൻഡ് ഓഫ് ദ ഡേ ഇതൊരു ബിഗ് ബോസിലെ ബോസാണ്, ബിഗ് ബോസ് ഈസ് ദ ബോസ്. അതുകൊണ്ട് ബിഗ് ബോസ് പറയുന്നത് അനുസരിക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പിന്നെ മറ്റുള്ളവരൊക്കെ റെഡി ആയിരുന്നു, അവരൊക്കെ ഇതിന് വേണ്ടി റെഡി ആയിരുന്നു, പക്ഷേ ആര്യന് റെഡി ആയിരുന്നില്ല. ആര്യൻ എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് അവൻ്റെ ലുക്ക് വെച്ചിട്ട് തന്നെയാണ്. ആര്യന് മുടി വെട്ടിയാൽ അത് ഒരു തെറ്റായിട്ടുള്ള തീരുമാനമായിരിക്കും എന്നാണ് ഞാൻ പറയുക. കാരണം അവൻ്റെ ലുക്ക് വെച്ചിട്ട് തന്നെയാണ് അവന് നല്ല വോട്ടുകൾ കിട്ടാൻ ചാൻസ് ഉള്ളത്. പിന്നീട് ഹൗസ് മേറ്റ്സൊക്കെ അവരുടെ ആ ടാസ്കിൻ്റെ ഇതിലേക്ക് വന്നപ്പോൾ അവരൊക്കെ പറയുന്നുണ്ട് അവർക്കൊക്കെ ഓക്കെയാണ്, പക്ഷേ അവരോടൊക്കെ ഡിഫെൻഡ് ചെയ്യുന്നത് ഒരു 1 kg ചിക്കന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മുടി എൻ്റെ ഒരു സീസണിൽ മുടി ഇല്ലാതെ നിൽക്കണമെന്നൊക്കെയാണ് ഇവരെ ചോദിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ത്യജിക്കാൻ സമ്മതമുള്ളവരെയാണ് ബിഗ് ബോസ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ആര്യനങ്ങനെ ഈ മറ്റുള്ളവർ ഹൗസ്മേറ്റ്സിനും കുറ്റം പറഞ്ഞു, കാരണം ഈ ജിസയിലും ആര്യനും എന്നൊക്കെ പറയുന്നത് അവർക്കോ ത്യജിക്കാൻ പറ്റുമെന്ന് അവർ നോക്കണമായിരുന്നു. ശരത്താണെങ്കിലും അക്ബറാണെങ്കിലും അവരൊക്കെ ഓക്കെ ആയിരുന്നു മുട്ടടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആര്യൻ ചെയ്തിട്ടുള്ള തെറ്റിതാണ്, അവന് ഇങ്ങനെ ഡിഫെൻഡ് ചെയ്യുന്നത് ഓക്കെ, അവൻ ചെയ്തിട്ടില്ലെങ്കിൽ ദാറ്റ്സ് ഓക്കെ. റിലീജിയസ് കാർഡൊന്നും ഇറക്കേണ്ടിയിരുന്നില്ല. പിന്നെ അനീഷ് ഒരു അഭിപ്രായം പോലും പറഞ്ഞിട്ടില്ല. ബിഗ് ബോസ് വീണ്ടും ഇങ്ങനെ അനീഷിനെ കൊണ്ട് പറയിപ്പിച്ചിട്ടും സംസാരിക്കാൻ പറഞ്ഞിട്ടും അനീഷ് സംസാരിച്ചില്ല. കാരണം അത് അത്ര നല്ല ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അനീഷിന് വേണമെങ്കിൽ ഒരു അഭിപ്രായമൊക്കെ പറയാൻ പറ്റും. അനീഷ് മുടി വെട്ടണം എന്ന് ഞാൻ പറയുന്നില്ല, മുടി വെട്ടിയാൽ അനീഷിന് മേ ബി മുടി വെട്ടിയാൽ ചിലപ്പോൾ ഒരു യൂസ്ഫുൾ ആവാൻ ചാൻസ് ഉണ്ട്. കാരണം പിന്നീട് ആളുകളായിട്ട് കുറച്ചുകൂടി കണക്റ്റ് ആവാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നു. ജിസേലാണെങ്കിൽ മുടി വെട്ടാൻ സമ്മതമായിരുന്നില്ല ജിസേലിന്. ഇത് മറ്റ് പല ഭാഷകളിലും നടന്നിട്ടുണ്ട്, അതിലൊക്കെ മുടി വെട്ടിയിട്ടുമുണ്ട്. പക്ഷേ ഗേൾസൊക്കെ മുടി വെട്ടിയിട്ടുള്ളൂ, ചെറുതാക്കിയിട്ടുണ്ട്. ബോയ്സ് ആണെങ്കിൽ മൊട്ടടിച്ച് ക്ലീൻ ഷേവ് തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് വെട്ടിയെന്ന് വിചാരിച്ചിട്ട് അവർക്ക് വലിയൊരു സപ്പോർട്ടൊന്നും കിട്ടി, വിന്നറാവുന്നൊന്നുമില്ല. പക്ഷേ അവരുടെ ഗെയിമിന് അത് തീർച്ചയായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യും. ആര്യനൊക്കെ മുടി വെട്ടാത്തത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ, നല്ലൊരു ഇതായിരുന്നു. പക്ഷെ അവൻ കാണിച്ച ഷോ അത്ര നല്ലതായിട്ടും തോന്നിയിട്ടില്ല.